നിങ്ങൾ വർഷങ്ങളായി നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണോ? എങ്കിൽ ഈ ബാക്ക് പെയിൻ എക്സസൈസ് സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സീരീസിൽ നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന എക്സസൈസുകൾ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നല്ല മാറ്റമുണ്ടാവും. ഇത് ബാക്ക് പെയിൻ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ വേദനകൾക്കും ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മുടെ ബ്രീതിങ്. വേദന കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ബ്രീതിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വേദനയ്ക്ക് ചെറിയ ആശ്വാസം കിട്ടുകയും ചെയ്യും. തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. നമുക്കിതിന് വേണ്ടത് ഇങ്ങനെ ടവല് നല്ലപോലെ റോൾ ചെയ്തെടുക്കുക. രണ്ടറ്റത്ത് നമ്മൾ റബ്ബർ ബാൻഡ് കെട്ടുക. എന്നിട്ട് നമ്മളുടെ അമ്പലിക്കൽ, നമ്മുടെ പൊക്കിളിൻ്റെ താഴെ ഈ ടവൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കമഴ്ന്ന് കിടക്കുക. ഷോൾഡർ കുറച്ച് പൊന്തിയിട്ട് ഇങ്ങനെ നിലത്ത് കിടന്നാൽ മതി. ഇത് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഈ ടേബിളിൽ കിടക്കുന്നത്. ഈ പൊസിഷൻ വന്നുകൊണ്ട് ശ്വാസം നല്ലപോലെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ വയറ് ബലൂൺ പോലെ വീർത്ത് ഈ ടവലിനെ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ബാക്ക് ഭാഗം നല്ലപോലെ പൊന്തി വരും. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ വയറ് നല്ലപോലെ അകത്തേക്ക് ചുങ്ങും. അതുപോലെ ഈ ഭാഗം താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ മാത്രം അനങ്ങാൻ പാടുള്ളൂ. അതുപോലെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ മാത്രം അനങ്ങണം. നമ്മളുടെ ചെസ്റ്റ് കംപ്ലീറ്റ് റിലാക്സ് ആയിരിക്കണം. ഈ ഭാഗം തീരെ അനങ്ങാൻ പാടുകയില്ല. കൃത്യമായിട്ടുള്ള ബ്രീതിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഡയഫ്രാഗ്മാറ്റിക് ബ്രീതിങ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മസിൽസും നെർവ്സ് എല്ലാം ഭയങ്കര റിലാക്സ് ആവും. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുക റിലാക്സ് ആവാൻ. നമ്മൾ എന്തെങ്കിലും കുനിങ്ങി നിന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന പിടുത്തം, നടുവിലങ്ങൽ, അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഈ പിടുത്തം എല്ലാം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനോട് പറയുകയാണ് ഇവിടെ എല്ലാം നോർമലാണ്, നമ്മൾ വളരെ റിലാക്സ്ഡ് ആണെന്ന് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ പേശിയുടെ ടൈറ്റ്നസ് എല്ലാം നല്ലപോലെ കുറയും. അപ്പോൾ ബ്രീതിങ് ടെക്നിക്കാണ് നമ്മൾ ആദ്യം തന്നെ പെയിൻ മാനേജ്മെന്റിന് പഠിക്കേണ്ട ഒരു കാര്യം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഒരു കൈ നമ്മുടെ വയറിന് മുകളിൽ വെക്കുക, ഒരു കൈ നമ്മുടെ ചെസ്റ്റിന്റെ മുകളിൽ വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറ് ഒരു ബലൂൺ പോലെ വീർത്ത് പുറത്തേക്ക് വരണം. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ വയറ് ഒരു ബലൂൺ ചുങ്ങുന്ന പോലെ ഉള്ളിലേക്ക് പോകണം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ബ്രീതിങ് ടെക്നിക്ക്. അടുത്ത വീഡിയോയിൽ നടുവേദന കുറയാനുള്ള ആദ്യത്തെ എക്സസൈസ് കാണിച്ചു തരാം. അത് കാണാൻ ഈ കൊണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. നിങ്ങൾ ഇതിനു മുന്നേ ഈ ബ്രീതിങ്ങിന്റെ കാര്യം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. നടുവേദനയായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ.